കെ.ജെ. ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ കെ.എം. ഷാജഹാൻ കസ്റ്റഡിയിൽ. എറണാകുളം പോലീസാണ് തിരുവനന്തപുരത്തെ വസതിയിലെത്തി ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, എപ്പോഴാണ് ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത്? കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണോ? എറണാകുളത്ത് എത്തിച്ചോ? അക്ഷയ, എറണാകുളം റൂറൽ പോലീസാണ് അല്പസമയം മുമ്പ് കെ.എം. ഷാജഹാനെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. വീട്ടിലെത്തിയ പോലീസ് സംഘം അദ്ദേഹത്തെ ഒപ്പം വരാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഹനത്തിൽ കയറ്റി എറണാകുളത്തേക്ക് പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നൽകിയിരുന്നില്ല. നേരിട്ട് എറണാകുളം റൂറൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരത്തെ ഷാജഹാന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഇനി അദ്ദേഹം എറണാകുളത്തേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടി ഉണ്ടാകും എന്നാണ് കരുതുന്നത്. കാരണം ഇന്നലെ കെ.എം. ഷാജഹാനെ എറണാകുളത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ.എം. ഷാജഹാൻ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ അധിക്ഷേപം, അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ മെറ്റയോട് അന്വേഷണ സംഘം തേടിയിരുന്നു. എന്നാൽ അത് നേരത്തെ മെറ്റ നൽകിയിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനോട് ഇന്റർപോൾ വഴി ഈ വിവരങ്ങൾ തേടാനുള്ള ഒരു അനുമതി തേടിയിരുന്നു. അതിന് സർക്കാർ അനുമതി നൽകുകയും ചെയ്തിരുന്നു. അത് പ്രകാരം ഇന്റർപോളിന്റെ സഹായത്തോടെ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള ശ്രമം കേരള പോലീസ് നടത്തിയിരുന്നു. ഒരു പക്ഷേ ആ ഒരു സ്ഥിരീകരണം മെറ്റയിൽ നിന്ന് അത് കെ.എം. ഷാജഹാന്റെ പോസ്റ്റാണ്, അല്ലെങ്കിൽ കെ.എം. ഷാജഹാന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്നുള്ള പോസ്റ്റുകളാണ് എന്നുള്ള ഒരു വിവരം മെറ്റയിൽ നിന്ന് ലഭിച്ചിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാകാം ഇപ്പോൾ കെ.എം. ഷാജഹാനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കെ.എം. ഷാജഹാനെ കസ്റ്റഡിയിൽ എടുക്കാനായിരുന്നു, അല്ലെങ്കിൽ നിയമ നടപടികളായി മുന്നോട്ട് പോകാനായിരുന്നു നേരത്തെ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വിട്ടയച്ചത്. പക്ഷേ മെറ്റയിൽ നിന്നുള്ളൊരു കൺഫർമേഷൻ അതായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിക്കാതിരുന്നത്. അത് ലഭിച്ചു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ.എം. ഷാജഹാനെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് എറണാകുളത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നലെ കെ.എം. ഷാജഹാനെ ചോദ്യം ചെയ്തിരുന്നു. ഈ വീഡിയോ ഉൾപ്പെടെയുള്ള മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അനന്തൻ, പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണോ? ഇന്ന് ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇന്നിപ്പോൾ അവിടേക്ക് ഈ അന്വേഷണ സംഘം എറണാകുളത്തേക്ക് കൊണ്ടുപോയ ശേഷം നാളെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അറസ്റ്റ് നടപടികളിലേക്ക് പോവുക. അതിനു മുൻപ് കഴിഞ്ഞ ദിവസം കെ.എം. ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ അന്വേഷണ സംഘം എത്തുകയും റെയ്ഡ് നടത്തുകയും ചെയ്തു. വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു. ആ റെയ്ഡിൽ ഐഫോൺ അടക്കം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആ ഐഫോൺ കസ്റ്റഡിയിൽ എടുത്ത ശേഷമാണ് കെ.എം. ഷാജഹാന് ഇന്നലെ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കെ.എം. ഷാജഹാൻ അവിടെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകുകയും ചെയ്തിരുന്നു. പിന്നീട് ചോദ്യം ചെയ്തതിനു ശേഷമാണ് വിട്ടയച്ചത്. ഏതായാലും ഈ റെയ്ഡ് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ, ഡിവൈസുകൾ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാകാം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. കെ.എം. ഷാജഹാനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള നീക്കമാണ്. കെ.ജെ. ഷൈന് എതിരായിട്ടുള്ള അധിക്ഷേപ കേസിൽ വളരെ ദ്രുതഗതിയിലുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ആക്കുളത്തെത്തി കെ.എം. ഷാജഹാനെ എറണാകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. മെറ്റയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തതെന്നുള്ള വിവരങ്ങൾ, സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഷാജഹാന്റെ അറസ്റ്റിലേക്ക് ഉടൻ നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്.